ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. സർവേശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ ജി ജോസഫ് കഴിഞ്ഞ വർഷം ഈ സംരംഭത്തിൽ നിന്ന് ക്ഷണിക്കേണ്ടായി. ആ ശ്രമത്തിൽ വന്നു, സ്വാമിജി വരണം, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു പങ്കെടുത്തു. ഇപ്പോഴും എന്നെ വിളിച്ചു, ഞാൻ വന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ജി ജോസഫ് എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രഭാവമാണ്. അവർക്ക് വളരണം, ഞങ്ങൾ എല്ലാവരും വളരണം. അവർ വളർന്നതോടൊപ്പം തന്നെ എല്ലാവരും വളർത്തുകയാണ്. ഇതെല്ലാവർക്കും ഉണ്ടാകാത്ത ഒരു വിചാരമല്ല. നമ്മൾ വളരണം, അത് എല്ലാവരും വളരണം. അങ്ങനെ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ ബാക്കിയെല്ലാവരും വളരണം. നമുക്ക് സുഖം കണ്ടെത്തണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് സുഖം ഉണ്ടാവാം എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ വളരാൻ ശ്രമിക്കാനും കഴിയൂ. ഇങ്ങനെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് കാട്ടാക്കട തുടങ്ങി തിരുവനന്തപുരം, പിന്നെ കേരളം മുഴുക്ക, പിന്നെ ഇന്ത്യ മുഴുക്ക അത് വ്യാപിക്കാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സമൂഹത്തിന് വളരെ ഉണർവുണ്ടാവുകയാണ്. അവർക്കുണ്ടാകുന്ന സാധാരണ രീതിയിലുള്ള ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടാൻ ഇത് നല്ല സംരംഭമാണ്. സ്വാമി വിവേകാനന്ദൻ ഉപനിഷത്ത് കോട്ടയിൽ പറയും, ഉത്തിഷ്ഠ ജാഗ്രത പ്രാപ്യവരാൻ ബോധര, എറൈസ് എവേ, സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്. ഈ ജോസഫിൽ ഞാൻ കാണുന്ന ഒരു കാര്യം അതാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്, അത് നേടിയെടുക്കുന്നതുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രവർത്തന ശൈലി നിശബ്ദമാണ്. എല്ലാവരോടും സ്നേഹം, യാതൊരു പ്രതികരണവും കൂടാതെ എല്ലാവരെയും സ്നേഹിച്ച് അവരിലേക്ക് അടുപ്പിക്കുക, അതുപോലെ അവരെ വളർത്തുക. ഇതാണ് ജി ജോസഫ് എന്ന് പറയുന്ന അത്ഭുത പ്രഭാവം, ആ പ്രതിഭയുടെ ജീവിത ലക്ഷ്യം. അതവർ സാധിച്ചെടുക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ 2024 വരുന്നത് 2025 വളരെ അത്ഭുതത്തോടെ അവർ തിരിച്ചു വരും, നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ഈ ട്രസ്റ്റ് ഉത്തരവാദിത്വം വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സർവ്വമംഗളങ്ങളും ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട സ്വാമി 2 പേർക്ക് ഒരു വാക്കറും ഒരു വാക്കിംഗ് സ്റ്റിക്കും കൈമാറാൻ പോവുകയാണ്. അപ്പോൾ വാക്കർ ഏറ്റുവാങ്ങാനായിട്ട് ശ്രീമതി രത്നമ്മ അമ്മയെ സ്വാഗതം ചെയ്യുന്നു. കാട്ടാക്കട നിന്നാണ് രത്നമ്മ അമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മയോ അമ്മയുടെ കൂടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് ഈ ഒരു വാക്കർ ഏറ്റുവാങ്ങണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് സ്വാമിയുടെ കയ്യിൽ നിന്ന്.